Welcome to day one of 21 days presentation and AI tools for teachers. AI കൊണ്ട് എളുപ്പത്തിൽ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഗാമ പോലെയുള്ള ഒരു ടൂളിൽ വെറും 2-3 മിനിറ്റുകൾ കൊണ്ട് നമ്മൾക്കൊരു പ്രസന്റേഷൻ ബിൽഡ് ചെയ്യാവുന്ന സമയത്തും അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയുന്നുണ്ടാവില്ല. എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ജനറിക് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളിൽ ഒരു AI ഔട്ട്പുട്ട് തരുമ്പോൾ ഒരുപക്ഷെ കുട്ടികളുടെ മുൻപിൽ ടീച്ചറെ ഇത് AI കൊണ്ട് ഉണ്ടാക്കിയതല്ലേ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാനൊന്നും ഉണ്ടാവില്ല. ചില ഫ്രീ ടൂളുകളിൽ അവരുടെ വാട്ടർമാർക്ക് ഉപയോഗിച്ച് ഒരു PPT തരുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലത്ത് ആ പ്രസന്റേഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ AI ടൂളുകളിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകളെ പോലും ശരിയായി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളുകളെ പറ്റി നമുക്കൊരു ബേസിക് ധാരണ ഉണ്ടാവണം. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മളുടെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് മുതൽ കിട്ടുന്ന ഔട്ട്പുട്ട് കസ്റ്റമൈസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നല്ല ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീർച്ചയായും പഠിക്കണം. സോ ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എക്സാക്ട്ലി ഈ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രസന്റേഷൻസ് ബിൽഡ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? ഒന്ന്, എന്തുകൊണ്ട് സ്ലൈഡ്സ്? വിഷ്വൽസിന്റെ ഇമ്പാക്റ്റ് ആണ് ഒന്നാമത്തെ കാര്യം. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഒരു ടീച്ചറിനോട് എന്ന് എനിക്കറിയാം. അപ്പോൾ വിഷ്വൽസ് നമ്മൾക്ക് തീർച്ചയായിട്ടും ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം, വ്യത്യസ്ത ടൂളുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പൊതുവെ വരുന്നൊരു സംശയമാണ്. ഓരോ ടൂളിന്റെയും അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസും നമ്മൾ കവർ ചെയ്യും. മൂന്നാമത്, നമ്മൾ ഏത് ടൂൾ എടുത്താലും നമുക്ക് അതിൽ പ്രധാനമായിട്ട് വരുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. 4, ഒരു പ്രസന്റേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ അത് എൻഗേജിങ് ആക്കാൻ, അത് എഫക്റ്റീവ് ആക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നും നമുക്ക് കവർ ചെയ്യാം. അധ്യാപനത്തിൽ സ്ലൈഡ്സ് അല്ലെങ്കിൽ പ്രസന്റേഷൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. വിഷ്വൽ എൻഗേജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു സ്ലൈഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾക്കൊരു ലെസൺ കുട്ടികളുടെ മുൻപിൽ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ സാധിക്കും. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു ക്ലാസ് റൂം ലേണിംഗ് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഫ്യൂച്ചർ റെഫറൻസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലോ ഒക്കെ തന്നെ പല സമയത്തും നമ്മൾ ഇതേ സ്ലൈഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പർപ്പസ് അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ഇൻസ്റ്റൻസുകളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരേ സ്ലൈഡ് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഈ സ്ലൈഡുകളുടെ ഇമ്പാക്ട് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ നമ്മൾക്ക് ശരിയായ രീതിയിൽ നമ്മൾക്ക് സ്ലൈഡുകൾ അതായത് ഉപയോഗിക്കാൻ പറ്റണം. എല്ലാ കാര്യങ്ങളും നമുക്കൊരു PPTയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ക്ലാസ് മുഴുവൻ നമുക്കൊരു PPTയുടെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന്റെ ഇമ്പോർട്ടൻസ് എടുത്തു കളയും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഒന്ന്, പുതിയ ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊരു കൃത്യമായ ഇമേജിന്റെ സഹായത്തോടെ നമ്മൾക്ക് അല്ലെങ്കിൽ ചില കീവേഡുകൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി റിവിഷൻ സമ്മറൈസേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ കീ കോൺസെപ്റ്റുകൾ അവതരിപ്പിക്കാനും മേ ബി ഒരു മൈൻഡ് മാപ്പ് പോലെയുള്ള എന്തെങ്കിലും ഒരു വിഷ്വൽ ടൂള് പ്രസന്റ് ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ക്വിസുകളോ പോളുകളോ പോലെയുള്ള ഇന്ററാക്റ്റീവ് ലേണിംഗ് കമ്പോണൻസും നമ്മൾക്കൊരു പവർ പോയിന്റിന്റെ സഹായത്തോടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. ഇൻഡസ്ട്രി ലീഡർ ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരുപക്ഷെ എല്ലാവരും ആദ്യമായിട്ടൊരു സ്ലൈഡ് ഉണ്ടാക്കിയത്, ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കിയതും ഒരു പക്ഷേ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലാവും. പക്ഷെ ഇപ്പോൾ AI വരവോടെ പല ടൂളുകൾ ഉള്ളപ്പോൾ എസ്പെഷ്യലി ഗൂഗിൾ സ്ലൈഡ്സ് വന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ AI കൊണ്ട് സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ പവർ പോയിന്റ് ഉപയോഗിക്കാത്ത ആൾക്കാരും ഇപ്പോൾ സ്ലൈഡുകൾ, ഡെക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാൻവ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ക്യാൻവയിൽ ഡയറക്ട്ലി PPTs ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പവർ പോയിന്റോ ഗൂഗിൾ സ്ലൈഡ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം സ്റ്റിൽ മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് തന്നെയാണ്. പ്രൈമർലി ഓഫ്ലൈൻ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഇപ്പോൾ ദേ ഹാവ് ദ മൈക്രോസോഫ്റ്റ് ഓൺലൈൻ വേർഷൻ ആസ് വെൽ. വളരെ റിച്ച് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ അച്ചീവ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനെ ഇപ്പോഴും ഒരു ഇൻഡസ്ട്രി ലീഡർ തന്നെയാക്കി നിർത്തുന്നത്. ഗൂഗിൾ സ്ലൈഡ്സ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ഒരു ഓൺലൈൻ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗൂഗിൾ ടെക്കിന്റെ, ഗൂഗിൾ സ്വീറ്റിന്റെ ഒരു മെയിൻ പോർഷൻ ആയിട്ടുള്ള, മെയിൻ ഫീച്ചർ ആയിട്ടുള്ള കൊളാബറേഷൻ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആക്സസിൽ
എവിടെ വെച്ച് വേണമെങ്കിലും ഫോണിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ നമ്മൾക്ക് ഒരേ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഗൂഗിൾ സ്ലൈഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ സ്ലൈഡ്സിന്റെ പ്രയോജനം ഓൾറെഡി പവർ പോയിന്റുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊളാബറേഷൻ ഫീച്ചേഴ്സ് ഉള്ള ഓൺലൈൻ ആക്സസ് ഉള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ബേസിക്സ് ഉപയോഗിച്ച് തന്നെ ഇവിടെ ചെയ്യാം. ചില ഫീച്ചേഴ്സിൽ ചില ഫംഗ്ഷൻസിൽ ഒക്കെ വ്യത്യാസമുണ്ട്. പവർ പോയിന്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഗൂഗിൾ സ്ലൈഡ്സിൽ ഇല്ലതാനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഡിസൈനിൽ വരുമ്പോൾ ക്യാൻവ ഇസ് എ ലീഡർ. ഇത് സിമിലർ ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിലും ക്യാൻവയ്ക്ക് വളരെ വലിയ ഒരു ടെംപ്ലേറ്റ് ലൈബ്രറി തന്നെ പ്രസന്റേഷൻസിലുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. രണ്ട്, ക്യാൻവ ഇതിൽ നിന്നെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് അതിന്റെ ഒരു ഡിസൈനിന്റെ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കോൺസെപ്റ്റ് തന്നെയാണ് പവർ പോയിന്റ് അല്ലെങ്കിൽ സ്ലൈഡ് ക്രിയേഷനിലും അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ പോയിന്റ് പരിചയമുള്ളത് കൊണ്ട് ക്യാൻവ എളുപ്പമാകണമെന്നില്ല. സ്ലൈഡിന്റെ ഓവറോൾ സ്ട്രക്ചറിങ് ഒക്കെ നമുക്ക് അറിയാമെങ്കിലും ക്യാൻവയിൽ പുതിയൊരു ലേണിംഗ് ആവശ്യമായിട്ട് വരും. പക്ഷേ ക്യാൻവയിൽ ഒരുപാട് ടീച്ചേഴ്സിന് വേണ്ടി സ്പെസിഫിക്കലി ക്യാൻവ ഫോർ എഡ്യൂക്കേഷനിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനോ ഒക്കെ ഉള്ള വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ക്യാൻവയിൽ AI ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടല്ല. ചില ഏരിയസിലൊക്കെ നമുക്ക് AI ഉപയോഗിക്കാൻ സാധിക്കും. ഈ 3 ടൂളുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ് ഓഫ് യൂസിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ക്യാൻവ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ ഒരുപക്ഷെ നമുക്ക് ആ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു വരാൻ ആദ്യം എടുക്കുന്ന ഒരു ചെറിയ സമയം എടുക്കും. ക്യാൻവയിൽ പക്ഷേ നമുക്ക് വൺസ് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയതുകൊണ്ടും എല്ലാം എലമെന്റ്സും ഒരേപോലൊക്കെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടും കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരുപക്ഷെ നമുക്കിപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റും. കസ്റ്റമൈസബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനാണ്. ടെംപ്ലേറ്റ്സ് ഏറ്റവും കൂടുതലുള്ളത് ക്യാൻവയിലാണ്. ഗൂഗിൾ സ്ലൈഡ്സിൽ കുറേ ടെംപ്ലേറ്റുകളുണ്ട്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ നമുക്ക് ഓൺലൈൻ ടെംപ്ലേറ്റ്സ് ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റാളുകൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. കൊളാബറേഷനിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഓഫീസ് ഓൺലൈൻ്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് കൊളാബറേറ്റീവ് ഫീച്ചേഴ്സ്. അവിടെ അതിന്റെ ലിമിറ്റേഷൻസ് ആക്ച്വലി ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൂഗിൾ സ്ലൈഡ്സിലാണ് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കൊളാബറേഷൻ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാൻവയിലും ഉണ്ട്, പക്ഷേ ക്യാൻവ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. ഗൂഗിൾ സ്ലൈഡ്സിൽ വരുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ആർക്കും ഡയറക്ട്ലി നമ്മൾക്ക് ഈ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്യാൻവയിലാണെങ്കിൽ യു നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്, അതിന്റെ ബേസിക് കാര്യങ്ങൾ തൊട്ടൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് വരണം, ഒരു ടീമിലേക്ക് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ജനറലി ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ആർക്കും ഗൂഗിൾ സ്ലൈഡ്സ് ഷെയർ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും. സോ ദാറ്റ് ഈസ് വൈ കൊളാബറേഷന്റെ കാര്യം നോക്കുമ്പോൾ ഗൂഗിൾ സ്ലൈഡ്സിന് ഞാനൊരു ഹയസ്റ്റ് മാർക്ക് കൊടുക്കുന്നത്. ഓഫ്ലൈൻ ആക്സസ് പല ടൂളുകളിലും ഉണ്ട്. ഗൂഗിൾ സ്ലൈഡ്സിലും നമുക്ക് ഓഫ്ലൈൻ ആക്സസ് ലൈക്ക് ഫസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്യണം, ദെൻ യു വിൽ ഗെറ്റ് ഓഫ്ലൈൻ ആക്സസ്. ആൻഡ് ക്യാൻവയിൽ വി ഡോണ്ട് ഹാവ് an ഓഫ്ലൈൻ ആക്സസ് ഫീച്ചർ. സോ ഓൺലൈൻ നെറ്റ് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ പ്രസന്റേഷൻ. പക്ഷേ ഇതൊരു വളരെ മോശം പ്രസന്റേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യും. ബിക്കോസ് ദിസ് പ്രസന്റേഷൻ വാസ് ക്രിയേറ്റഡ് ബൈ ഗാമ. ഒരു പ്രസന്റേഷൻ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതിന്റെ എല്ലാ റൂളുകളും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷനാണിത്. പക്ഷേ ഈ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാമ എടുത്തത് 2 മിനിറ്റിൽ താഴെ മാത്രമാണ്. സോ എക്സാക്ട്ലി ദിസ് ഇസ് ദ പോയിന്റ് ദാറ്റ് ഐ വാണ്ട് ടു മേക്ക്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്ലൈഡിൽ എവിടെയൊക്കെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഡെക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ഇത് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്.